കുഞ്ഞു വീഡിയോ ഒന്ന് കാണാം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്, എല്ലാവരും കാണണം കേട്ടോ. അത് ഞാനിന്ന് മുരിങ്ങയില കഞ്ഞിയാണ് വെക്കുന്നത്. മുരിങ്ങയില കഞ്ഞിക്ക് കുറച്ച് റേഷൻ അരിയാണ്, 1 ഗ്ലാസ് റേഷൻ അരിയിട്ട് കഞ്ഞി വെച്ചു. അതിലൊരു അര വേവായപ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി, ഉലുവ, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തു. അത് കുറച്ചൊന്ന് വെന്തതിന് ശേഷമേ മുരിങ്ങയിലിടുകയുള്ളൂ. അങ്ങനെ അതിന് ശേഷം മുരിങ്ങയിലിടും. കുറച്ച് ഒന്നായപ്പോഴത്തേക്കും അരി വെന്തു. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അങ്ങനെ അതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഏകദേശമൊക്കെ വെന്തപ്പോൾ 1/4 വേവായി. ആ സമയത്ത് ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്ന് മുരിങ്ങയില കഞ്ഞി വയ്ക്കാനുള്ള കാരണം വീട്ടിലാരുമില്ല, പിള്ളേരെല്ലാം കല്യാണത്തിന് പോയി, എനിക്ക് മാത്രം മതി. അതുകൊണ്ടാണ് ഞാനിന്ന് മുരിങ്ങയില കഞ്ഞിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള വിഭവസമൃദ്ധമായ കറികളൊക്കെ നിങ്ങളൊന്ന് കാണണം. അതൊന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലതികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം. ഇത് ഇതാണ് എൻ്റെ വിഭവസമൃദ്ധമായ കറികൾ. അതായത് ചാളക്കരുവോടാണ്, ഉണക്കമീനെന്ന് പല സ്ഥലങ്ങളിലും പറയും. ചാളക്കരുവോട് ചുട്ടു. ഇതൊരാൾ തന്നതാണ് കേട്ടോ, അവർ ഉണക്കിയത്. പിന്നെ ഒരു 2-4 ചുമന്നുള്ളി തീക്കനലിട്ടൊന്ന് ചുട്ടു. കൂട്ടത്തിൽ കുറച്ച് ഒരു 4 വറ്റൽ മുളകും കൂടെ ചുട്ടെടുത്തു. അതിനും എല്ലാം രണ്ടും റെഡിയാക്കി വച്ചതിന് ശേഷം ഇതിനായത് നമുക്ക് ഉപ്പും പുളിയും നവിടാനാണ്. ഇന്നത്തെ കഞ്ഞിയുടെ വിശേഷം ഉപ്പും പുളിയാണ്. പിന്നെ ചക്ക അവിയൽ വച്ചതുണ്ടായിരുന്നു. ഇങ്ങനെ ഉപ്പും പുളിയും നവിടാനായിട്ട് 1 ചുള പുളിയും ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഈ എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം നമ്മൾ കൈകൊണ്ട് തന്നെ ഞെരടി പിടിപ്പിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, പണ്ടേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെ ഞാനിന്ന് മുരിങ്ങയില കഞ്ഞിയും ചക്ക അവിയലും ഞെരടിയെടുത്ത ഉപ്പും പുളിയും ഉണക്ക മീൻ ചുട്ടതും ചക്കയവിയൽ നേരത്തെ വച്ചതുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെയാണ് ഇന്നത്തെ ഉച്ച ഊണ്. എനിക്കിന്ന് ഇത് മതിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും കാണണം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കണു. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണം. അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ കിട്ടിയാലേ എനിക്കൊരു സന്തോഷമുള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേരുണ്ട്, അതിലെനിക്ക് എടുത്തു പറയത്തൊക്കെ ഒരുപാട് വ്യക്തികളുണ്ട്. എൻ്റെ ഒരു കുഞ്ഞനുജനുണ്ട്, സുമോദ്. സുഖമാണെന്ന് വിശ്വസിക്കണു. എൻ്റെ ആദ്യ ചാനൽ മുതൽ കാണാൻ തുടങ്ങിയതാണ്. അതിൻ്റെ കൂട്ടൊക്കെ അങ്ങോട്ട് നക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ, വിരളൊക്കെ ചൂപ്പി കുടിക്കുമ്പം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും താങ്ക് യു.